നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സഹയാത്രി. ഞാൻ സാലിഷ റസൽ. ഇന്ന് വാഴലോണ്ടുള്ള ക്രാഫ്റ്റിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. അതിനു മുമ്പായിട്ട് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിലും മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. ഫ്ലവർ ബോക്സിൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ റോസാപ്പൂക്കൾ ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് ഓടിപ്പോയി കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. തെർമോക്കോളിൻ്റെ ഒരു പീസ് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് ഈ കുട്ടി കുട്ടി റോസാപ്പൂക്കളെല്ലാം ഞാൻ അതിൽ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളറ് നെറ്റിൻ്റെ ഷാളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഭംഗിയുള്ളൊരു പീസ് ഇതിനെ കവർ ചെയ്യാനുള്ള വലിപ്പത്തിൽ നമ്മളൊന്ന് വെട്ടിയെടുക്കുക. തുന്നാനൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ നൂലില്ലേ, അതുപയോഗിച്ച് നമുക്ക് ഈ ക്ലോത്ത് ഈ തെർമോക്കോളിലോട്ട് നന്നായിട്ടൊന്ന് കെട്ടി ഉറപ്പിക്കാം. ഗമ്മൊന്നും ഉപയോഗിച്ച് ഒട്ടിക്കരുത് കേട്ടോ. നമുക്ക് ഈ ക്ലോത്ത് ഇങ്ങനെ ചുരുണ്ട് 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 കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ നൂല് വെച്ച് തന്നെ അത് കെട്ടിയെടുക്കണം. ക്ലോത്തിൻ്റെ 4 സൈഡിൽ നിന്നും കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഈ ബൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് നനച്ചെടുത്ത വാഴയിലയാണ് കേട്ടോ ഇത്. അതിൻ്റെ നടുഭാഗത്തു നിന്നായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് 4ആയിട്ട് മടക്കി കത്രിക ഉപയോഗിച്ച് ഒരു ഇലയുടെ ഷേപ്പിൽ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇലയുടെ അരികു പോലെ തോന്നാൻ വേണ്ടിയിട്ട് കത്രിക ഉപയോഗിച്ച് 2 സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് വെട്ടിയെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സമയമെടുക്കും. ഇതുപോലെ മടക്കിയെടുത്തിട്ട് നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇലകൾ നമുക്ക് ഒരുമിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം ഈ ഇലകളെല്ലാം ഒരു കോട്ട് വൈറ്റ് കളർ ഉപയോഗിച്ച് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഗോൾഡൻ അക്രിലിക് കളർ ഉപയോഗിച്ച് 2 സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ആർട്ടിഫിഷ്യൽ പോളൻസ് പല നിറത്തിലും വലിപ്പത്തിലും നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഇത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം. ഒരു ഇച്ചിരി റവയും കോട്ടണും ഫെവിക്കോളും ഈർക്കിളിയും ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഒരു ചെറിയ പീസ് ഓഫ് കോട്ടണിലോട്ട് കുറച്ച് ഫെവിക്കോൾ തേച്ച് അത് ഈർക്കിളിയിലോട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഗമ്മ് പുരട്ടിയതിന് ശേഷം അത് 2-3 പ്രാവശ്യമായിട്ട് ഈ റവയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. ഈർക്കിളിയുടെ ഏറ്റവും കനം കുറഞ്ഞ ഭാഗമാണ് ഞാൻ എടുത്തത്. ചെറുതും വലുതുമായിട്ട് കുറച്ച് അധികം എണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഗമ്മൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഗോൾഡൻ അക്രിലിക് കളർ പെയിൻറ്റ് ഉപയോഗിച്ച് നമുക്കിത് മുഴുവനായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഡ്രൈ ആയി കഴിഞ്ഞാൽ നിറയെ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇത് കിട്ടും. അലുമിനിയം ഫോയിൽ മേടിക്കാൻ കിട്ടില്ലേ, അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന കാർഡ്ബോർഡിൻ്റെ പീസാണിത്. അത് ഈ ഒരു വലിപ്പത്തിൽ നമുക്കത് മുറിച്ചെടുക്കാം. ഒന്നല്ലെങ്കിൽ ഗോൾഡൻ അക്രിലിക് കളർ പെയിൻറ്റ് ഉപയോഗിച്ച് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഗോൾഡൻ കളർ ലേസ് ഇല്ലേ, അത് ഉപയോഗിച്ച് ഇത് മുഴുവനായിട്ടൊന്ന് ചുറ്റി ചുറ്റി ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി ഈ ഹോൾഡറൊക്കെ പിടിപ്പിച്ച് നമുക്ക് നമ്മുടെ ബൊക്കെ റെഡിയാക്കി എടുക്കാം. ഈ ഹോൾഡർ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗം അപ്ലൈ ചെയ്യുമ്പോൾ ക്ലോത്തിൽ മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഉൾഭാഗത്തായിട്ട് കാണുന്ന തെർമോക്കോളിൻ്റെ പോർഷനിൽ കൂടി നന്നായിട്ട് ഗം അപ്ലൈ ചെയ്യണം. എങ്കിലും മാത്രമേ ഇത് നന്നായിട്ട് ഒട്ടി നിൽക്കുകയുള്ളൂ കേട്ടോ. ഈ തെർമോക്കോളും നൂലിൻ്റെ ഒക്കെ ഭാഗങ്ങൾ ഇങ്ങനെ സൈഡിൽ കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയില്ല. അപ്പോൾ അവിടെയും കൂടെ നമുക്ക് ഈ ലേസ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഗോൾഡൻ കളർ ലീവ്സും പോളൻസൊക്കെ വെച്ചിട്ട് നമ്മുടെ ബൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ ഇലകളും പോളൻസൊന്നും ഞാൻ ഗമ്മൊന്നും ഉപയോഗിച്ച് ഒട്ടിച്ചൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ആ ഇതളുകളുടെ ഇടയിലോട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇറക്കി വെച്ചിട്ടേ ഉള്ളൂ. അതവിടെ വീഴാണ്ടൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളൂ. അപ്പം നമ്മുടെ ബൊക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. വാഴയില കൊണ്ട് ഉണ്ടാക്കിയ പൂക്കളാണെന്ന് കണ്ടാൽ ആരും പറയില്ല. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടി കുട്ടി റോസസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വാഴയിലയുടെ അരിക് കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കയ്യിൽ വെച്ച് വിരലുകൾക്കിടയിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചുരുട്ടി എടുക്കുക. കുഞ്ഞു കുഞ്ഞു റോസസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് വേണ്ട, കുറച്ച് വട്ടമായി കഴിയുമ്പോൾ തന്നെ നമുക്കത് നിർത്താം. പൂവ് വിരിഞ്ഞ് നിൽക്കണ പോലെ തോന്നാൻ വേണ്ടിയിട്ട് വിരലുകൾ വെച്ച് ഇതളുകളൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കണം കേട്ടോ. നൂല് കൊണ്ട് 2-3 പ്രാവശ്യം ചുറ്റിയെടുത്തിട്ട് നന്നായിട്ട് തന്നെ കെട്ടി ഉറപ്പിക്കണം. നന്നായി തിളങ്ങി നിൽക്കണ പോലെ തോന്നാൻ വേണ്ടിയിട്ട് പേൾ മെറ്റാലിക് അക്രിലിക് കളേഴ്സ് ഉപയോഗിച്ച് ഞാൻ അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ
ഒരു ടിക് ടാക് ക്ലിപ്പിലോട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുത്ത് നോക്കാം. കുറച്ച് ഗ്ലൂ ഗണ്ണ് പരട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതവിടെ ഒട്ടി നിന്നോളും. ഇത് ഒരെണ്ണമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. നമുക്ക് എന്തായാലും ബാക്കിയുള്ള 2 കൂടി ഇതിലോട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം. വലിയ ക്ലിപ്പിലും കുഞ്ഞുങ്ങൾക്കുള്ള ഹെയർ ബാൻഡിലൊക്കെ ചെയ്താലും നല്ല ഭംഗിയാണ് ഇത് കാണാൻ. കുഞ്ഞു മക്കളുടെയൊക്കെ ഡ്രസ്സിനനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിൽ നമുക്കിത് പെയിൻറ് ചെയ്ത് കൊടുക്കാം. റെഡ് കളർ ക്ലോത്ത് ഒരു കുഞ്ഞു വട്ടത്തിൽ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി തുണിയൊന്ന് നടുഭാഗം വെച്ച് മടക്കിയിട്ട് കത്രിക വെച്ച് 2 ചെറിയ ഹോളിട്ട് കൊടുക്കാം. ഇനി ആ ഹോളിൽ കൂടെ നമ്മുടെ മുല്ലപ്പൂ സ്ലൈഡില്ലേ, അത് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കണം. ഹോളിടുമ്പോൾ വലുതായി പോയിട്ടുണ്ടെങ്കിൽ മാത്രം ഗ്ലൂ ഗണ്ണ് വെച്ച് അതൊന്ന് ഒട്ടിച്ചെടുക്കാം, അതല്ലെങ്കിൽ അതങ്ങനെ നിന്നോളും. നമ്മുടെ റോസാപ്പൂവിനെ കത്രിക ഉപയോഗിച്ച് നമുക്ക് ഈർക്കിളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊന്തി നിൽക്കും. നല്ലവണ്ണം ഗ്ലൂ ഗണ്ണ് ഈ തുണിയിലോട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ പൂവിനെ അതിലോട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഗ്ലൂ എത്താത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെയും കൂടി നന്നായിട്ട് ഗമ്മ് പുരട്ടിയിട്ട് നല്ലവണ്ണം ഒട്ടിച്ചെടുക്കണം. അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഹെയർ അക്സസറി റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പോളൻസ് ഇല്ലേ, അത് വേണമെങ്കിൽ സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ വട്ടത്തിൽ ചുറ്റിക്കെത്തിയിട്ട് 3-4 സൈഡിലായിട്ട് ഇങ്ങനെ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ. ഓറഞ്ചും മഞ്ഞയും റോസും ഒക്കെ ആയിട്ട് പല നിറങ്ങളിൽ 2-3 പൂക്കളും കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പൂക്കളൊക്കെ ചീത്തയായി പോയ ഒരു പഴയ ഫ്ലവർ വേസിലോട്ട് ഞാൻ ഈ പൂക്കളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തതാണിത്. രണ്ടോ 3 കോട്ട് വാർണിഷും കൂടിയും ചെയ്യുകയാണെങ്കിൽ വെയിലും മഴയൊന്നും ഒരു പ്രശ്നമില്ലാണ്ട് നമ്മുടെ മുറ്റത്തെ റോസാ ചെടിയിൽ ഇത് എന്നും ഇങ്ങനെ പൂത്ത് നിൽക്കും. ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാഗസിൻ്റെ പേജോ എടുത്തിട്ട് ഒരു ഈർക്കിളിയിൽ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. എത്ര കനം കുറച്ചെടുക്കാൻ പറ്റണോ അത്രയും കനം കുറച്ചിട്ട് നന്നായിട്ട് ചുരുട്ടിയെടുക്കണം കേട്ടോ. ഇതിൽ അതിൽ നിന്ന് വലിച്ചൂരിയിട്ട് ആ പേപ്പറിൻ്റെ സൈഡൊന്ന് ഗം ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ കുറച്ച് എണ്ണം ന്യൂസ് പേപ്പർ വെച്ച് ഉണ്ടാക്കിയിട്ട് ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ളൊരു കാർഡ്ബോർഡിൻ്റെ പീസ് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഓരോന്നായിട്ട് ഈ കാർഡ്ബോർഡിൻ്റെ പീസിലോട്ട് മെല്ലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. കാർഡ്ബോർഡ് ഒട്ടും കാണാത്ത രീതിയിൽ ഓരോ സൈഡിലും 3 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഈ ന്യൂസ് പേപ്പർ കൊണ്ടുള്ള റോൾസ് ഒരുപാട് കാലം കേടാവാണ്ട് നിൽക്കും. കഴിഞ്ഞ ഏപ്രിലിൽ മോൻ്റെ ബർത്ത്ഡേക്ക് വാൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് ഇതെല്ലാം. അതൊന്നും കൂടി ഞാനിപ്പോൾ ഒന്ന് പെയിൻറ് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. കത്രിക ഉപയോഗിച്ച് ഈർക്കിളിൽ നിന്ന് ഈ പൂക്കൾ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഫ്രെയിമിലോട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. പൂക്കൾ എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. ഇപ്പോൾ ഫ്രെയിമിൻ്റെ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ ഞാനത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എവിടെയാണ് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്കിത് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ആദ്യം വലിയ റോസാപ്പൂ ഒട്ടിച്ചെടുത്ത് അതിൻ്റെ സൈഡിലായിട്ട് 2 ചെറിയ പൂക്കളാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. വാഴല കൊണ്ട് ഉണ്ടാക്കിയ 2 ഗോൾഡൻ കളർ ലീവ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ റോസാപ്പൂവിൻ്റെ ഇടയിൽ 2-3 പോളൻസും കൂടി വെച്ചെടുത്ത് നമുക്കിത് അടിപൊളിയാക്കി എടുക്കാം. നമ്മുടെ ഫ്രെയിം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ ഇതിൽ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വേർഡിങ്സൊക്കെ എഴുതിയിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഒരു വൈറ്റ് പേപ്പറിൽ നല്ലൊരു വേർഡിങ്സ് എഴുതിയിട്ട് ഒരു നോട്ട്ബുക്കിൻ്റെ ചട്ടയിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഫ്രെയിം ചെയ്ത് നോക്കാം. പേപ്പേഴ്സൊക്കെ വെക്കുന്ന ഫയലില്ലേ, അതിൽ നിന്ന് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ള ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണിത്. നമ്മുടെ പേപ്പറിനെ മുഴുവനായിട്ട് കവർ ചെയ്യണ വലിപ്പത്തിൽ നമുക്ക് ആ ഷീറ്റൊന്ന് വെട്ടിയെടുക്കാം. ഇതൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗ്ലാസ് ഫിനിഷ് തോന്നാനും വേണ്ടിയിട്ട് നമ്മൾ എഴുതി വെച്ച വേർഡിങ്സിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണും ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഉപയോഗിച്ച് ഞാനിത് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
ഈ ഫ്രെയിം ഒറ്റയ്ക്ക് വെച്ചാലും നല്ലതാണ്. അതല്ല, ഒരുപാട് ഫോട്ടോസിൻ്റെ ഇടയിൽ ഈ ഫ്രെയിം വെക്കുകയാണെങ്കിലും അത് നല്ല ഭംഗിയിൽ അത് എടുത്ത് കാണിക്കും. ഇതാണ് നമ്മുടെ ഫ്ലവർ ബൊക്കെ. ബ്രൈഡ്സിൻ്റെ കൂടെ ഉണ്ടാവും കുഞ്ഞു കുട്ടികളൊക്കെ നിൽക്കില്ലേ ബ്രൈഡ്സ് മെയ്ഡായിട്ട്, അപ്പോൾ അവരുടെ കയ്യിലൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. നമ്മുടെ സ്പെഷ്യൽ ഡേയുടെ ഫ്ലവേഴ്സ് എന്നും കേടാവേണ്ട നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അറൗണ്ട് 2 മാസമായിട്ടോ ഞാൻ ഈ പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇതുവരെ ഇതിന് ഒരു കേടും പറ്റിയിട്ടില്ല. എല്ലാവരും ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.